കാലങ്ങൾക്ക് മുമ്പ് യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. അവരിൽ യോസേഫിനെ അച്ഛൻ വളരെ സ്നേഹിച്ചിരുന്നു. അതിനാൽ യോസേഫിന് അച്ഛൻ ഒരു മനോഹര വസ്ത്രം നൽകി. ഒരു ദിവസം യോസേഫ് തന്റെ സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞു. ആ സ്വപ്നത്തിൽ സഹോദരന്മാർ അവനോട് തലകുനിയുന്നത് കണ്ടു. ഇത് കേട്ട് സഹോദരന്മാർക്ക് അസൂയയും കോപവുമുണ്ടായി. ഒരു ദിവസം അച്ഛന്റെ പറയപ്രകാരം യോസേഫ് സഹോദരന്മാരെ കാണാൻ പോയി. അവനെ കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ പിടിച്ചു ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ ചില വ്യാപാരികൾ അവിടെ കൂടി കടന്നുപോയി. അങ്ങനെ യോസേഫ് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ യോസേഫ് ഉയർന്നു. അവൻ പിന്നീട് ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി. അപ്പോൾ ലോകത്ത് വലിയ ക്ഷാമമുണ്ടായി. യോസേഫിന്റെ സഹോദരന്മാർ ഭക്ഷണം തേടി ഈജിപ്തിലെത്തി. അവർക്കറിയാതെ അവർ യോസേഫിനു മുമ്പിൽ തലകുനിച്ചു. യോസേഫ് തന്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരെ സ്നേഹത്തോടെ ക്ഷമിച്ചു. ക്ഷമയും വിശ്വാസവും മനുഷ്യനെ ഉയർത്തുമെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ബൈബിൾ കഥകൾ അറിയാൻ ഡിജിഹബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.